Come on. Lithuania. നീ നിന്റെ സ്വന്തം പരിചയപ്പെടുത്തി പേരെ നീ പരിചയപ്പെടുത്ത എന്താ പേര്? സ്വദേശം എല്ലാ പേര് പറ്റി ഫ്രാങ്ക്ലിൻ. എവിടെ വീടോടെ? വെള്ളാണ്ടാൻ, പാനമേരിക്ക, വീട്ടിലാരൊക്കെ? ഫണ്ടാസ്റ്റിക് പ്ലാസ്റ്റിക്. എടാ ഞാൻ ഇതിന് ഇവര് മാറിക്കൂടാ. ഈ മുടി ഇത് പ്രചോദനം. പാപ്പ നിങ്ങളുടെ ഫാദർ എന്ത് ചെയ്യുന്നു? ഇല്ല, വാർക്കപ്പരി. ഇത് അപ്പൊ പാരീസിലാരാ? പാരീസിൽ മാം. ഇത് മുടി ഒന്ന് തുടങ്ങിയ കുഴപ്പമുണ്ടോ? ഇല്ല. ഇത് ഭയങ്കര വേദന എനിക്ക് തൊട്ട് കഴിഞ്ഞാൽ. സോറി, സുന്ദരനാണ്. സ്ത്രീ സൗന്ദര്യം ഉണ്ട്. എന്താ? തീർച്ചയായിട്ടും. അവിടെ ഫണ്ടാസ്റ്റിക്. ഇത് കഴിഞ്ഞ് എങ്ങോട്ടാണ് യാത്ര പോകുന്നത്? ഇത് കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് അവിടെ. നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ആ വ്യക്തിയെ. ബുദ്ധിക്ക് സ്ഥിരതയില്ലായിട്ടും എന്തൊക്കെയോ പുലമ്പുന്നു. സ്വന്തം ജീവിതത്തെ, സ്വന്തം ഐഡന്റിറ്റിയെ പോലും തിരിച്ചറിയുന്നില്ല ഈ വ്യക്തി. എന്തൊക്കെയോ ചെയ്യുന്നു. ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ജീവിക്കുന്നു. എന്തിനു വേണ്ടി ഈ ലോകത്ത് ഇനിയും ഞാൻ ജീവിക്കുന്നു എന്ന് ചോദ്യം ബാക്കി. വെറുതെ ഗോഷ്ഠികളും മറ്റും കാണിച്ച് സ്വന്തം ജീവിതം കളന്നുകൊണ്ടിരിക്കുകയാണ്. ദേഹോപദ്രവം ചെയ്യലാണ് മെയിൻ ഹോബി. എന്തെങ്കിലും ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിലും ആള് പ്രതികരിക്കുമെന്നാണ് പറയുന്നത്. ആള് ഒന്നും മിണ്ടാതെ ക്യാമറയെ പോലും ഉപേക്ഷിച്ച് പോവാണ്. അതവിടെ ബൈക്കിൽ എന്തോ ചെയ്യാനുള്ള പറഞ്ഞോണ്ടെടുക്കാം. എന്തോ ചെയ്യാനുള്ള സത്യസായിബാബയ്ക്ക് പിടിക്കാന്ന് പറ. എന്തോ ചെയ്താണ് പഠിക്കാം. എനിക്കൊന്ന് ഡാൻസ് കളിക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ് എന്നെ. ഞാൻ ഡാൻസ് കളിക്കുകയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ, ജീവിതം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രായം. ആ ഒരു പ്രായത്തിലേക്ക് മനസ്സ് ചിട്ടപ്പെടുത്തി എടുത്തിരിക്കുകയാണ് അദ്ദേഹം. വഴിയെ പോകുന്ന സ്ത്രീകളെയും മറ്റുള്ളവരെയും ഉപദ്രവിക്കലും മെയിൻ ഹോബി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ജീവിതം വഴികൊണ്ട് സ്ത്രീകളെ ഒരു സ്ത്രീലമ്പടനാണോ ഇദ്ദേഹം എന്ന് ചോദിച്ചാൽ അല്ല. ഒരു മാനസിക രോഗിയാണോ? ഏഷ്യാനെറ്റ് എടുക്കുന്നു ഇദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കും. ഒരു സഹായനിധി. അക്കൗണ്ട് നമ്പർ സ്റ്റേറ്റ് ബാങ്ക് 32259310. അക്കൗണ്ട് നമ്പർ പറയുന്നത് 32310022. നീ ഇയാളുടെ സ്വന്തമായി അഭിരുചിയിലുള്ള ഒരു ചിരിയാണ് അടുത്ത കാണുന്നത്. സ്റ്റേറ്റിലേക്ക് പോവാ പ്രച്ഛന്നവേഷമായിട്ട്. ഒന്ന് കാണിക്കും. സ്വന്തമായുള്ള ചിരി, 2 രംഗങ്ങൾ. ഇത്രയും നമ്മൾ സംഭവിച്ച് ചൂരക്കൊടി ആക്കണം.